കേരളത്തിന്റെ അഭിമാന കലാരൂപമാണ് കഥകളി. കലോത്സവത്തിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ കുറവായിരുന്നു. കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമായ കഥകളി അരങ്ങേറിയ കലോത്സവ വേദിയിലെ കാഴ്ചയാണിത്. കാണികൾ തീരെ കുറവ്. കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട അവസ്ഥയിലായിരുന്നു മത്സരാർത്ഥികൾ. കൂടാതെ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 2 പെൺകുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സിംഗിൾ മത്സരത്തിൽ 3 പെൺകുട്ടികളും മാത്രമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കഥകളി ഗ്രൂപ്പ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്തത് 1 ടീം മാത്രം. ഹയർ സെക്കൻഡറി വിഭാഗം ഗ്രൂപ്പ് മത്സരത്തിലാകട്ടെ പേരിന് പോലും ഒരു ടീമും മത്സരത്തിനുണ്ടായില്ല. പെൺകുട്ടികൾ കഥകളി വേദി കൈയടക്കിയപ്പോൾ മാറ്റുരയ്ക്കാൻ ആൺ മത്സരാർത്ഥികളും ഉണ്ടായിരുന്നില്ല. കഥകളി പഠിക്കാൻ ആളുകൾ കുറവായതുകൊണ്ടും വേഷവിധാനങ്ങൾ അടക്കമുള്ള വൻ സാമ്പത്തിക ചിലവ് മൂലവും മത്സരാർത്ഥികൾ കഥകളി വേദിയിൽ നിന്ന് പിന്മാറുന്നതായി ഈ രംഗത്തുള്ളവർ പറയുന്നു. കണ്ടില്ലേ, ഏറെയും കാലിയായ കസേരകൾക്ക് മുന്നിൽ നിന്ന് കഥകളി അവതരിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു കഥകളി മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ കഥകളി വേദിയിൽ അവഗണനയുടെ കേളികൊട്ട് എന്നു തന്നെ പറയേണ്ടി വരും. കൂടാതെ മത്സരിക്കാനോ മത്സരാർത്ഥികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവായിരുന്നു. ക്യാമറമാൻ സമദിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.